ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ മിക്ക എന്നൊരു വ്യക്തിയുടെ ഭവനത്തിൽ ഒരു വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ഒരു ലേവ്യനെ പുരോഹിതനായി അവരോധിക്കുന്ന ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്യദേവ ആരാധന എത്രത്തോളം ദൈവം വെറുക്കുന്നു, പക്ഷേ ദൈവജനം വീണ്ടും ആ പാപത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു. അതും ഒരു ലേവ്യ പുരോഹിതനെ തന്നെ ആ ശുശ്രൂഷയ്ക്കായിട്ട് അവർ ഉപയോഗിക്കുന്നതും കാണുന്നു. സ്നേഹ ഈശോയെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തെ അങ്ങയുടെ പൊൻപാദത്തിൽ സമർപ്പിക്കുന്നു. ഒരിക്കലും വഴിതെറ്റി പോകാതിരിക്കാനും അങ്ങ് ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന നല്ല മാർഗത്തിലൂടെ നടന്ന് മുന്നേറുവാനും അവസാനം നിത്യജീവൻ കൈവശമാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമീൻ. 1. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട്. ഓപ്ഷൻ എ മിക്കായുടെ പൂജാഗൃഹം, ബി സാംസന്റെ വിവാഹം, സി സാംസന്റെ മരണം. ശരിയുത്തരം ഓപ്ഷൻ എ മിക്കായുടെ പൂജാഗൃഹം. 2. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 13, ബി 15, സി 20. ശരിയുത്തരം ഓപ്ഷൻ എ 13. 3. ന്യായാധിപന്മാർ 17:1 പ്രകാരം മിക്കായുടെ സ്വദേശം. എ സൊറൈക്കു താഴ്വര, ബി എഷ്താവോൽ, സി എഫ്രായിം മലനാട്. ശരിയുത്തരം ഓപ്ഷൻ സി എഫ്രായിം മലനാട്. 4. 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ. അത് എൻ്റെ കൈവശമുണ്ട്. ഞാനാണ് അതെടുത്തത്. ആര് ആരോട് പറഞ്ഞു? എ മിക്ക പുരോഹിതനോട്, ബി മിക്ക അമ്മയോട്, സി മിക്ക ലേവ്യനോട്. ശരിയുത്തരം ഓപ്ഷൻ ബി മിക്ക അമ്മയോട്. 5. ന്യായാധിപന്മാർ 17:2 അമ്മയുടെ 1100 വെള്ളി നാണയങ്ങൾ ഞാനാണ് എടുത്തത് എന്ന് മിക്ക പറഞ്ഞപ്പോൾ അമ്മയുടെ പ്രതികരണം. എ ശാപവാക്കുകൾ ഉച്ചരിച്ചു, ബി എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, സി ഞാനിത് തിരിച്ചു തരുന്നു. ശരിയുത്തരം ഓപ്ഷൻ ബി എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. 6. ന്യായാധിപന്മാർ 17:3 മിക്ക 1100 വെള്ളി നാണയങ്ങൾ തിരികെ കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞതെന്ത്? എ എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹമുണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു. ബി എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ നാണയങ്ങൾ ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു. സി എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു. 7. ന്യായാധിപന്മാർ 17:4 എത്ര വെള്ളി നാണയങ്ങളാണ് മിക്കായുടെ അമ്മ തട്ടാനെ ഏൽപ്പിച്ചത്? എ 200, ബി 300, സി 400. ശരിയുത്തരം ഓപ്ഷൻ എ 200. 8. ന്യായാധിപന്മാർ 17:4 പ്രകാരം തട്ടാനെ ഏൽപ്പിച്ച 200 വെള്ളി നാണയങ്ങൾ കൊണ്ട് എന്താണ് നിർമ്മിച്ചത്? എ കൊത്തു വിഗ്രഹവും ഏഫോദും, ബി കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും, സി വിഗ്രഹവും ഏഫോദും. ശരിയുത്തരം ഓപ്ഷൻ ബി കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും. 9. ന്യായാധിപന്മാർ 17:5 പ്രകാരം മിക്ക എന്താണ് ഉണ്ടാക്കിയത്? എ കൊത്തു വിഗ്രഹവും ഏഫോദും, ബി കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും, സി ഏഫോദും വിഗ്രഹങ്ങളും. ശരിയുത്തരം ഓപ്ഷൻ സി ഏഫോദും വിഗ്രഹങ്ങളും. 10. ന്യായാധിപന്മാർ 17:5 മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത്? എ തൻ്റെ ഒരു പുത്രനെ, ബി ലേവ്യനെ, സി യൂദാ വംശജനെ. ശരിയുത്തരം ഓപ്ഷൻ ഇ തൻ്റെ ഒരു പുത്രനെ.
11. അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു. അധ്യായം വാക്യം. എ. ന്യായാധിപന്മാർ 17:8. ബി. ന്യായാധിപന്മാർ 17:7. സി. ന്യായാധിപന്മാർ 17:6. ശരിയുത്തരം ഓപ്ഷൻ സി, ന്യായാധിപന്മാർ 17:6. 12. ന്യായാധിപന്മാർ 17:7 പ്രകാരം യൂദാ വംശജനായ ലേവി യുവാവ് പാർത്തിരുന്ന സ്ഥലം. എ. എസ്താവോൽ. ബി. സോറ. സി. യൂദായിലെ ബെത്ലഹേം. ശരിയുത്തരം ഓപ്ഷൻ സി, യൂദായിലെ ബെത്ലഹേം. 13. ന്യായാധിപന്മാർ 17:8 യൂദായിലെ ബെത്ലഹേമിൽ നിന്നും എന്തന്വേഷിച്ചാണ് യൂദാ വംശജനായ യുവാവ് പുറപ്പെട്ടത്? എ. ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ബി. താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം. സി. സമാധാനപൂർണമായ ഒരു സ്ഥലം. ശരിയുത്തരം ഓപ്ഷൻ എ, ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. 14. ന്യായാധിപന്മാർ 17:8 പ്രകാരം യൂദാ വംശജനായ യുവാവ് എവിടെയാണ് എത്തിയത്? എ. ഗാസയിൽ. ബി. സോറയിൽ. സി. എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ. ശരിയുത്തരം ഓപ്ഷൻ സി, എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ. 15. നീ എവിടെ നിന്ന് വരുന്നു? ആര് ആരോട് പറഞ്ഞു? എ. മിക്ക പുരോഹിതനായി അവരോധിച്ച പുത്രനോട്. ബി. മിക്ക യൂദായിലെ ബെത്ലഹേംകാരനായ ലേവി യുവാവിനോട്. സി. മിക്കായുടെ അമ്മ മിക്കായോട്. ശരിയുത്തരം ഓപ്ഷൻ ബി, മിക്ക യൂദായിലെ ബെത്ലഹേംകാരനായ ലേവ്യ യുവാവിനോട്. 16. ന്യായാധിപന്മാർ 17:10 എന്നോടുകൂടി താമസിക്കുക, നീ എനിക്കൊരു പിതാവും പുരോഹിതനും ആയിരിക്കുക. തുടർന്ന് മിക്ക ലേവി യുവാവിനോട് പറഞ്ഞതെന്ത്? എ. ഞാൻ നിനക്ക് വർഷം തോറും 20 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ബി. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. സി. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയം നൽകിക്കൊള്ളാം. ശരിയുത്തരം ഓപ്ഷൻ ബി, ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. 17. അവനോടുകൂടെ താമസിക്കാൻ ലേവ്യന് സന്തോഷമായി. ആ യുവാവ് അവന് ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക. എ. പുത്രനെ പോലെ. ബി. മകനെ പോലെ. സി. സഹോദരനെ പോലെ. ശരിയുത്തരം ഓപ്ഷൻ എ, പുത്രനെ പോലെ. 18. ന്യായാധിപന്മാർ 17:12 മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത്? എ. പുത്രനെ. ബി. ലേവ്യനെ. സി. സഹോദരനെ. ശരിയുത്തരം ഓപ്ഷൻ ബി, ലേവ്യനെ. 19. അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു. ന്യായാധിപന്മാർ 17:6 സമാനവാക്യം. എ. ന്യായാധിപന്മാർ 21:25. ബി. ജോഷുവ 19:16. സി. ഹോസിയ 10:9. ശരിയുത്തരം ഓപ്ഷൻ എ, ന്യായാധിപന്മാർ 21:25. താങ്ക് യു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ലോഗോസിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.